അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവച്ചിരിക്കുന്നു. ഒപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 17 പേരും രാജിവച്ചിരിക്കുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മ എന്ന് പറയുന്ന സംഘടന നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വന്ന ആരോപണങ്ങളിൽ ആടി ഉലയുകയാണ് അമ്മ എന്ന സംഘടന. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചിരിക്കുന്നു. ഒപ്പം 17 അംഗങ്ങളും രാജിവച്ചിരിക്കുന്നു. അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ നിർണായകമായ വാർത്ത. വിവരങ്ങളുമായി കീർത്തി മോഹൻ ചേരുകയാണ്. കീർത്തി, നിലവിൽ ഒരുപക്ഷെ അനിവാര്യമായ രാജികൾ കേരള സമൂഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ സംഘടനയുടെ പോക്ക് എങ്ങോട്ടാണ്? നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ച സിദ്ദിഖ് രാജിവെച്ചു. ലൈംഗിക ആരോപണത്തെ തുടർന്ന്, യുവനടിയുടെ ആരോപണത്തെ തുടർന്ന്. അതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ബാബുരാജിനെതിരെ ലൈംഗികാരോപണം, അദ്ദേഹത്തെ പരിഗണിക്കാനാകുന്നില്ല. പുതിയ നേതൃസ്ഥാനത്തേക്ക് ഒരാളെയും കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിലേക്കുള്ള പ്രതിസന്ധി അമ്മ സംഘടനയെ രൂപപ്പെട്ടിരിക്കുന്നു. ഭരണസമിതി അടക്കം പിരിച്ചുവിട്ടിരിക്കുന്നു. കീർത്തി ചേരുന്നു. കീർത്തി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നൽകാൻ കഴിയുന്നത്? സിജു, അങ്ങനെ ക്ലൈമാക്സ് എത്തിയിരിക്കുന്നു. അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്ന അതേ നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവിൽ 17 അംഗങ്ങളാണുള്ളത്. 17 അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചുമതല ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയായിരിക്കും സംഘടനയിൽ എക്സിക്യൂട്ടീവിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, വലിയൊരു പൊട്ടിത്തെറി തന്നെ അമ്മ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നു. ആദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയൊരു എക്സിക്യൂട്ടീവ് എത്തി. മാസങ്ങൾക്കകമാണ് ഒരു ലൈംഗിക ആരോപണം സിദ്ദിഖിനെതിരെ ഉണ്ടായി. മണിക്കൂറുകൾക്കകം സിദ്ദിഖ് രാജിവെച്ചത്. ഇപ്പോൾ ഇത് മേൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി തന്നെ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നു. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ഇതൊരു പൊതുസമൂഹം തന്നെ പ്രതീക്ഷിച്ച ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വനിതാ താരങ്ങൾ അവർ അനുഭവിച്ച പലതരത്തിലുള്ള വിവേചനങ്ങൾ, ഇവരുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയായിരുന്നു ഈ ഒരു സംഘടന. 1994 ഇത് രൂപീകരിച്ചത്. ഈ വനിതാ താരങ്ങളുടെ മറ്റു താരങ്ങളുടെ ഒക്കെ തന്നെ ക്ഷേമത്തിനും ഒക്കെ വേണ്ടി രൂപീകരിച്ച സംഘടന. എന്നാൽ വനിതാ താരങ്ങളുടെ അവരുടെ പരാതികളോ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാതെ നിന്ന ഈ ഒരു സംഘടനയിലെ എക്സിക്യൂട്ടീവ് ആകെ തന്നെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെ, ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഈ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറഞ്ഞത് ഈ ഒരു റിപ്പോർട്ട് നമ്മളൊന്നും തന്നെ ഒരു തരത്തിൽ ബാധിക്കില്ല എന്ന തരത്തിലായിരുന്നു സിദ്ദിഖ് പ്രതികരിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയൊരു ഇമ്പാക്റ്റ് അതും ഈ താരസംഘടനയായ അമ്മ സംഘടനയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു പ്രതികരിക്കാൻ താരസംഘടനയായ ഈ അമ്മ പ്രതികരിക്കാൻ വൈകിയെന്ന് ആരോപിച്ച് ഈ താരങ്ങൾക്കിടയിൽ നിന്നും തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. വിമർശനങ്ങൾ ശക്തമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ വന്നിരുന്നു. പിന്നീടാണ് ഇവർ ഒരു വാർത്താ സമ്മേളനം നടത്തി. സിദ്ദിഖും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തലയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ വാർത്താ സമ്മേളനം നടത്തി അവർ അവരുടെ നിലപാട് പറഞ്ഞത്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. ഏത് താരങ്ങൾ ഇവിടെ പരാതി പറഞ്ഞു വന്നാലും അവരെ പരിഗണിക്കാതിരുന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. മണിക്കൂറുകൾക്കകം തന്നെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം വരുന്നു. യുവനടി തന്നെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത പീഡിപ്പിച്ചു, മോശമായി സംസാരിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണത്തിൽ തന്നെ ആ യുവനടി ഉറച്ചു നിന്നു.